പ്രേക്ഷകരെ ഞെട്ടുന്ന റിസൾട്ട് വരുന്നു. കണ്ണൂരിൽ നിന്ന് കണ്ണൂർ കോർപ്പറേഷനിൽ LDF ലീഡ്. കണ്ണൂർ കോർപ്പറേഷൻ LDF ലീഡ്. UDF കയ്യിൽ നിന്ന് കണ്ണൂർ കോർപ്പറേഷൻ പോകുമോ എന്നുള്ളതാണ് ആദ്യം. കോഴിക്കോട്, എറണാകുളം, കൊല്ലം, കണ്ണൂർ എല്ലായിടത്തും തിരുവനന്തപുരത്ത് LDF, തൃശ്ശൂരിൽ UDF, കോഴിക്കോട് LDF, എറണാകുളം LDF, കൊല്ലം LDF, കണ്ണൂരിൽ LDF ലീഡ്. അങ്ങനെയല്ല സാറേ പറയണ്ടേ. തിരുവനന്തപുരം LDF, കോഴിക്കോട് LDF, എറണാകുളം LDF, കൊല്ലം LDF, കണ്ണൂർ LDF, തൃശ്ശൂരിൽ മാത്രം UDF. അങ്ങനെ പറയാം. ടോട്ടൽ പിക്ചർ എടുക്കൂ. ക്ലിയർ 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 UDF വിക്ടറി. 941 പഞ്ചായത്തുകളിൽ 404 പഞ്ചായത്തുകളിലും UDF മുന്നോട്ട് നിൽക്കുന്നു. 367 പഞ്ചായത്തുകളിൽ LDF മുന്നോട്ട് നിൽക്കുന്നു. 26 പഞ്ചായത്തുകളിൽ NDA മുന്നോട്ട് നിൽക്കുന്നു. അതായത് 941 പഞ്ചായത്തുകളിൽ 404 പഞ്ചായത്തുകളിലും UDF ആണ് മുന്നിൽ. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 80 UDF ആണ് മുന്നിൽ. LDF-ന് 60 ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്. ജില്ലാ പഞ്ചായത്തുകളിൽ 14 UDF മുന്നിൽ. LDF-ന് 6 മുനിസിപ്പാലിറ്റികളിൽ 87-ൽ 55 UDF ആണ് മുന്നിൽ. 27 ഉള്ളൂ LDF-ന്. കോർപ്പറേഷനുകളിൽ 6-ൽ 4 UDF ആണ്. LDF എന്തായിരുന്നു ഒരു ആവേശം! മൊട്ടക്കും വീരപ്പനും സംഘത്തിനും വല്ലാത്തൊരു ആവേശമായിരുന്നു. എങ്ങനെയാ പറയേണ്ടത്? എങ്ങനെ 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 പറഞ്ഞു തന്നില്ല വീരപ്പൻ. എങ്ങനെ തിരുവനന്തപുരം ഇങ്ങനെ എണ്ണി എണ്ണി, തൃശ്ശൂരിൽ മാത്രം UDF. എന്താണ് ആവേശം! തിരുത്തലുകൾ കണ്ടില്ലേ നിങ്ങള്? ഇപ്പൊ എന്താ അവസ്ഥ എന്നറിയാമോ? ഇപ്പൊ വീരപ്പന് പനി പിടിച്ച് ആശുപത്രിയിലാണെന്നാണ് പറയുന്നത്. വീരപ്പൻ ഈ ഞെട്ടൽ തരംഗത്തിൽ ഞെട്ടിപ്പോയി, ഭയന്ന് വിറച്ച് പനി പിടിച്ചിരിക്കുന്നു വീരപ്പന്. വീരപ്പൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. പനി വളരെ സീരിയസ് ആണ്. ഹൈ ടെമ്പറേച്ചർ ആണ്. വീരപ്പന് നിൽക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. മുട്ടില് മരം കൊള്ളയടത്തിയിട്ട് ആ പണത്തിൽ നിന്നുണ്ടാക്കിയെടുത്ത വാങ്ങിയ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് ഒരു ക്രിമിനൽ കുരക്കുകയാണ്. പേപ്പട്ടി കുരക്കും പോലെ കുരക്കുകയാണ് ഒരു ക്രിമിനൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എവിടെ എത്തി മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്? എവിടെ എത്തി നിൽക്കുന്നു? ഒരു ക്രിമിനൽ കുരക്കുന്നിടത്തേക്ക് മാധ്യമ പ്രവർത്തനം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. ഇത് മാധ്യമ പ്രവർത്തനമാണോ? ആവേശമൊന്ന് നോക്കണം. എന്താണ് ആവേശം പറയാൻ കാരണം മുട്ടിൽ മരമുറി കേസ് ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 40 കുറ്റപത്രങ്ങളുണ്ട്. 40 കുറ്റപത്രങ്ങൾ. ആ 40 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടും ഇന്ന് ഈ നിമിഷം വരെ ഈ ക്രിമിനൽ എവിടെ നിൽക്കുന്നു? രാഷ്ട്രീയ നിരീക്ഷകനാണത്രേ, മാധ്യമ പ്രവർത്തകനാണത്രേ. പൊതുമുതൽ കൊള്ളയടിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് ഒരു മാധ്യമ സ്ഥാപനം വാങ്ങിയിട്ട് അതിൽ നിന്ന് ഈ പറയുന്ന കുരക്കൽ നടത്തുന്നു. പേപ്പട്ടി കുരക്കും പോലെ, ചെന്നായ കൂട്ടത്തെ പോലെ ഒരു കൂട്ടം ഇങ്ങനെ UDF-നെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ മാത്രം UDF. തിരുത്ത് നിങ്ങളൊന്ന് കാണണം. ഇപ്പൊ എവിടെ വീരപ്പൻ എവിടെ? ഇപ്പോ മൊട്ട അരുൺകുമാർ എവിടെ? ഇപ്പോ റിപ്പോർട്ടർ TV എവിടെ? ഇപ്പോ കേരളത്തിൽ UDF നടത്തിയ ഒരു തരംഗം, ഒരു ജൈത്രയാത്ര ഇവരൊന്നും കാണുന്നില്ലേ? ആവേശം ഇച്ചിരി കൂടിപ്പോയി. ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടി. ആവേശം ഉണ്ടായത് വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യ ഘട്ടത്തിലാണ്. അതിന്റെ അവസാന ഘട്ടത്തിൽ ആ ആവേശം ഉണ്ടായില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപേ ഈ വീരപ്പനും മൊട്ടയും ഒക്കെ ചേർന്ന് പണി തുടങ്ങിയതാ. PR വർക്കുകൾ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാർക്കിനെ പോലും വിലക്കെടുത്ത വീരപ്പൻ. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവർ നടത്തിയ വേലകള്, PR വർക്കുകള് ജനം അംഗീകരിച്ചില്ല എന്നുള്ളതല്ലേ ഈ തെരഞ്ഞെടുപ്പ് നമ്മോട് പറയുന്നത്. LDF-ന് മാത്രമാണ് തിരിച്ചടി. കേരളത്തിലെ മാധ്യമങ്ങൾ കൂടിയല്ലേ ഈ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലെ ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ്, അതായത് ഇന്നലെ വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുമ്പ് വരെ കേരളത്തിലെ മാധ്യമങ്ങളുടെ പോക്കും യാത്രയും ഏത് വഴിയിലൂടെയായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരുന്നു ഇവരൊക്കെ എടുത്ത പണികള്? ആർക്ക് വേണ്ടിയായിരുന്നു ഇവരൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നതും സ്റ്റോറികൾ പടച്ചു വിട്ടുകൊണ്ടിരുന്നതും തലക്കെട്ടുകൾ നിർമ്മിച്ചതുമൊക്കെ ആർക്ക് വേണ്ടിയായിരുന്നു? പക്ഷേ ഇന്നലെ ഒരു ഇലക്ഷൻ കൗണ്ടിങ്, അതിന്റെ ഫലം പൂർത്തിയായി വരുമ്പോ എന്തായി അവസ്ഥ?
ഇവർ പടച്ചുവിട്ട തലക്കെട്ടുകളൊന്നുമല്ല. ജനം ഇവരുടെയൊക്കെ കർണത്ത് കൂടിയല്ലേ അടിച്ചത്. ജനം അടിച്ചത് പിണറായി വിജയന്റെ കർണത്ത് മാത്രമാണോ? സഖാക്കളുടെ കർണത്ത് മാത്രമാണോ ജനം അടിച്ചത്? ജനത്തിന്റെ വിധിയെഴുത്ത് ഇവർക്ക് കൂടി എതിരല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊരു ആവേശമാ മൊട്ടക്കും വീരപ്പനും, എന്തൊരു ആവേശമാ. ആ ആവേശമൊക്കെ എവിടെ എത്തി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെ എത്തി? അവസാനം തെരഞ്ഞെടുപ്പ് അതിന്റെ ചിത്രം പൂർണ്ണമാകുമ്പോ 941 500-ലധികം പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ വലിയ മാർജിൻ, ജില്ലാ പഞ്ചായത്തുകളിൽ മാർജിൻ, കോർപ്പറേഷനിൽ 4 എണ്ണം, 6 എണ്ണമാ ആകെ കേരളത്തിലുള്ളത്. അതിൽ 4 എണ്ണത്തിൽ UDF. നിങ്ങൾ നോക്കിയേ. ഇനിയിപ്പോ നഷ്ടപ്പെട്ട 2 കോർപ്പറേഷനുകളിലോ അവിടെയും വലിയ മുന്നേറ്റം അവിടെയും നടത്തുന്നു. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ ആവേശമൊന്നും ഇപ്പൊ കാണാനില്ല. വീരപ്പന് പനി പിടിച്ചു. വീരപ്പൻ കുരക്കും, പേപ്പട്ടി കുരക്കും പോലെ വീരപ്പൻ കുരക്കും. കാരണം എന്താ? വീരപ്പന്റെ തലക്ക് മുകളിലുള്ളത് 40 കുറ്റപത്രങ്ങളാ വീരപ്പന്റെ തലക്ക് മുകളിലുള്ളത്. ആ വീരപ്പൻ കുരക്കാതിരിക്കുമോ? കാരണം എന്താ? കുരച്ചാലെ യജമാനന്റെ മുന്നിൽ വാലാട്ടി ഇങ്ങനെ പട്ടിയെ പോലെ നിന്ന് നിൽക്കണം. ഇല്ലെങ്കിൽ യജമാനൻ തൂക്കിയെടുത്ത് അകത്തിടും, വഴിക്കുള്ളിലിടും. അത് നല്ല വ്യക്തമായ ബോധ്യമുള്ള വീരപ്പൻ കുരച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ കുരയൊന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസ്സിനെ സ്പർശിക്കുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മാധ്യമ പ്രവർത്തകരുടെ തലക്കെട്ടുകള്, ഈ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകള്, സ്റ്റോറികള്, ഇതൊന്നും ജനം മുഖവിലക്കെടുത്തില്ല എന്നുള്ളതല്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അല്ലേ? ഇതൊക്കെ ജനം വിശ്വസിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവര് പറയുന്നതിനെ ജനം മാനദണ്ഡമാക്കിയിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെയാകുമായിരുന്നോ? ഇല്ല. അതാണ് ഇപ്പൊ വീരപ്പൻ വൈറൽ ഫീവർ അല്ല, വിറയൽ ഫീവർ ആണ്. പേടിച്ച് വിറച്ചുള്ള ഫീവർ, പനി. ആ പനി പിടിച്ചിട്ട് ഇപ്പൊ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. ടെമ്പറേച്ചർ വെരി ഹൈ ആണെന്നാ പറയുന്നത്. അതിന്റെ പീക്കിൽ നിൽക്കുകയാണ് ടെമ്പറേച്ചർ. എന്താ കാരണം? ഇന്നലെ ഞെട്ടി. നമ്മൾ ഉറക്കുന്നതൊക്കെ ഞെട്ടാറില്ലേ? അത്തരത്തിൽ വല്ലാത്തൊരു ഷോക്കായിരുന്നു. UDF തരംഗത്തിൽ ഞെട്ടിയ വീരപ്പന് പനി പിടിച്ചു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിന്റെ നിയമമായി പറയുന്ന സർക്കാർ ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്നത് അമ്പലക്കൊള്ളക്കാര് ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്നു. അയ്യന്റെ പൊന്നു കട്ട കള്ളന്മാര് ഈ കേരളത്തെ ഭരിക്കുന്നു. റിപ്പോർട്ടർ TVയിൽ ഇരിക്കുന്നത് ആരാ? കേരളത്തിലെ പൊതുമുതൽ കട്ടുമുടിച്ച കള്ളന്മാര് റിപ്പോർട്ടർ TVയിലും. 2 കള്ളന്മാരും കൂടിയിട്ട് നടത്തുന്ന അന്തർധാരയാണ് നമ്മുടെ മുന്നിലേക്ക് വാർത്തയായി വരുന്നത് അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുട്ടില്ല മരമുറി കേസിലെ കൊള്ളക്കാരനാണ്, മരം കൊള്ളയടിച്ച് കടത്തിയവനാണ് ഈ വീരപ്പൻ. ആ വീരപ്പൻ റിപ്പോർട്ടർ TVയിൽ ഇരിക്കുന്നു. ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്നതോ അയ്യന്റെ പൊന്ന് കട്ട ആളുകള് ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്നു. PC വിഷ്ണുനാഥ് പാടിയില്ലേ? എന്താ പാടിയത്? സഖാക്കളാണ് അയ്യപ്പ എന്ന്. അയ്യന്റെ പൊന്ന് കെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ സഖാക്കളാണ് അയ്യപ്പ എന്ന്. ആ അയ്യന്റെ പൊന്ന് കെട്ട കള്ളന്മാര് ക്ലിഫ് ഹൗസിൽ ഇരിക്കുമ്പോ ഇപ്പുറത്ത് റിപ്പോർട്ടർ TVയില് കേരളത്തിന്റെ പൊതുമുതൽ കൊള്ളയടിച്ച കൊള്ളക്കാര് നടത്തുന്ന റിപ്പോർട്ടർ TVയും തമ്മിലുള്ള അന്തർധാരയാണ് വാർത്തകളായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അത് ജനത്തിന് നല്ല ബോധ്യമുണ്ട്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയെ ഇത്രയധികം ചർച്ചയാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, വേറിട്ട് നിർത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടങ്ങളിൽ ഡിസംബർ 9-നും 11-നും, എന്തിന് 12-ന് രാത്രി വരെ, ഡിസംബർ 12 രാത്രി വരെ ഈ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളും അതിന്റെ തലക്കെട്ടുകളും നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്ക്. എന്തായിരുന്നു വാർത്തകള്? അതിന്റെ സഞ്ചാരം ഏത് വഴിക്കായിരുന്നു? പക്ഷേ ഡിസംബർ 13-ന് രാവിലെ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോഴുള്ള ആദ്യത്തെ പ്രതികരണമാണ് നിങ്ങൾ കണ്ടത്. അല്ലെങ്കിൽ വാർത്തയാണ് മൊട്ടയുടേതും വീരപ്പന്റെ തിരുത്തും നിങ്ങൾ കണ്ടത്. പക്ഷേ ആ കൗണ്ടിങ് അങ്ങനെ പുരോഗമിച്ച് എവിടെ എത്തിയപ്പോ, അത് ഫലം പൂർണ്ണമായി പ്രഖ്യാപിച്ചപ്പോ എവിടെ വന്നു നിന്നു? തൃശ്ശൂരിൽ മാത്രം UDF എന്ന് പറഞ്ഞെടുത്ത് നിന്ന് കോഴിക്കോട് മാത്രം LDF എന്ന് പറയേണ്ട ഗതികേടിലേക്ക് കേരളം തിരുത്തി അതിനെ അല്ലേ? 4 ഇടത്താണ് കോർപ്പറേഷനുകളിൽ 4 ഇടത്ത്
UDF അധികാരത്തിലേക്ക് വന്നത്. ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, ഗ്രാമപഞ്ചായത്തുകൾ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയേ. മേധാവിത്വം എന്ന് പറഞ്ഞാൽ വ്യക്തമായ മുൻതൂക്കം മേധാവിത്വം അത് UDF-നായിരുന്നില്ലേ? അപ്പോ ഇത്രയും ദിവസം നമ്മൾ കേട്ട വാർത്തകൾ, സ്റ്റോറികൾ, തലക്കെട്ടുകൾ, ബ്രേക്കിങ്ങുകൾ, എക്സ്ക്ലൂസീവുകൾ, ഇതൊക്കെ ജനം തള്ളിക്കളഞ്ഞു എന്നല്ലേ ഈ വിധി പറയുന്നത്? അല്ലേ? ആണ്, ആണയിട്ട് പറയാൻ കഴിയും. ആണ്. ജനം ഇതിനെയൊക്കെ തള്ളി നിരാകരിച്ചു. ജനം ഒറ്റൊന്നേ പറഞ്ഞുള്ളൂ, അമ്പല കൊള്ളക്കാർ കടക്ക് പുറത്ത്. പിണറായി വിജയനോട് പറഞ്ഞോ കടക്ക് പുറത്ത് എന്ന്. ഏത് രീതിയിൽ പിണറായി വിജയന്റെ വാക്ക് തന്നെ ജനം ഉപയോഗിച്ചു. മാധ്യമങ്ങളോട് മുമ്പ് പിണറായി വിജയൻ പറഞ്ഞു കടക്ക് പുറത്തെന്ന്. ആ വാക്ക് തന്നെ ജനം ഉപയോഗിച്ചു. കടക്ക് പുറത്ത് വിജയ എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം പിണറായി വിജയനോട് പറയുക. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതല്ലേ സംഭവിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശബരിമലയിലെ അയ്യന്റെ പൊന്നുകെട്ട കൊള്ളക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുട്ടിലെ പൊതുമുതൽ കൊള്ളയടിച്ച് ഉണ്ടാക്കിയ പണം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്റ്റുഡിയോ റൂമിലിരുന്ന് വീരപ്പനും സംഘവും കുരക്കുന്നുണ്ടെങ്കിൽ അന്തർധാര എത്രത്തോളം ശക്തമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ അവസാനം വീരപ്പൻ വൈറൽ ഫീവർ അല്ല, വിറയൽ ഫീവർ, വിറയൽ പനി, ഭയന്ന് വിറച്ചിട്ടുള്ള പനി, ആ പനി പിടിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ജനം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് വീരപ്പനെയും ഏത് അമ്പലം കൊള്ളക്കാരെയും അടിച്ച് മൂലക്കിരുത്താൻ കഴിയുമെന്നുള്ളതിന്റെ മകടോദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട.